അയോധ്യയിൽ 108 അടി നീളമുള്ള ഭീമൻ ധൂപത്തിരി തയ്യാറാക്കിയിരിക്കുകയാണ് ഒരു ഭക്തൻ. രാമജന്മഭൂമി മന്ദിറിന്റെ ഉദ്ഘാടനത്തിനായി ഉദ്ദേശിച്ചുള്ള ധൂപത്തിരിയുടെ നിർമ്മാണം പൂർത്തിയായി കഴിഞ്ഞു. വരുന്ന ജനുവരി 22-നാണ് അയോധ്യ രാമജന്മഭൂമിയുടെ ഉദ്ഘാടനം. ഗുജറാത്തിലെ വഡോദരയിൽ ഒരു ഭക്തൻ സൃഷ്ടിച്ച അഗർബത്തി വാർത്തകളിലും ഇടം നിറഞ്ഞിരുന്നു. ഒരിക്കൽ കത്തിച്ചാൽ 1.5 വർഷം സുഗന്ധം പരത്തി നിൽക്കുന്ന കൂറ്റൻ അഗർബത്തിക്ക് നൽകിയ പേരും രാമൻ്റേത് തന്നെ. രാം മന്ദിർ അഗർബത്തി എന്നാണ് ഈ അഗർബത്തിയുടെ പേര്. ഗോപാലക് വിഹാഭായ് ഭർഗാവ് എന്നയാളാണ് അഗർബത്തി നിർമ്മിച്ച് പ്രാണപ്രതിഷ്ഠയ്ക്കായി കാത്തിരിക്കുന്നത്. 108 അടിയാണ് ഇതിൻ്റെ നീളം. 3.5 അടി വൃത്താകൃതിയിലാണ് വിസ്തീർണം. 8 മാസം നീണ്ടാണ് ഗോപാൽ ഇത് പൂർത്തിയാക്കിയിരിക്കുന്നത്. 3000 കിലോഗ്രാം ഗീർ ചാണകവും 90 കിലോഗ്രാം ഗീർ പശു നെയ്യും 280 കിലോഗ്രാം ദേവദാർ മരത്തിൻ്റെ തടിയും കൂടാതെ ഇന്ത്യൻ സാംസ്കാരിക പ്രാധാന്യമുള്ള മറ്റു വസ്തുക്കൾ എന്നിവ ചേർത്താണ് ഈ അസാധാരണ ധൂപത്തിരി നിർമ്മിച്ചിരിക്കുന്നത്. ട്രെയിലർ ട്രക്കിലാണ് ഭീമാകാരമായ ധൂപത്തിരി അയോധ്യയിലേക്ക് എത്തിക്കുന്നത്. 1800 കിലോമീറ്ററോളം സഞ്ചരിച്ചാവും ട്രെയിലർ ധൂപത്തിരി അയോധ്യയിലെത്തുക. ഉദ്ഘാടന ചടങ്ങിൽ VIP-കളടക്കം 7000 പേർക്കാണ് ക്ഷമമുള്ളത്. എഞ്ചിനീയറിംഗ് വിസ്മയമായ രാമക്ഷേത്രം 1000 വർഷം നിലനിൽക്കാനായി മറികടക്കേണ്ടി വന്നത് കടുത്ത വെല്ലുവിളികളാണ്. ദുർബലമായ ഇളകിയ മണ്ണായിരുന്നു ഏറ്റവും വലിയ വെല്ലുവിളി. ഭൂകമ്പമുണ്ടായാൽ പോലും ബാധിക്കാത്ത തരത്തിൽ വളരെ ആഴത്തിൽ നിലപാകേണ്ടി വന്നതാണ് ഈ ക്ഷേത്രത്തിന്. ഉപയോഗിക്കുന്ന ശിലകൾ മാർബിൾ ആയാലും ഗ്രാനൈറ്റ് ആയാലും കാഠിന്യം കൊണ്ട് അങ്ങേയറ്റം പാകമായത് തിരഞ്ഞെടുക്കേണ്ടിയും വന്നു. ഇവ കാലപ്പഴക്കം കൊണ്ട് ദ്രവിക്കില്ലെന്ന് ഉറപ്പാക്കേണ്ടതും വലിയ വെല്ലുവിളിയായിരുന്നു. പ്രധാന മൂർത്തിയായ രാംലല്ലയിൽ പ്രതിഷ്ഠിക്കുന്ന ശ്രീകോവിൽ സ്ഥിതി ചെയ്യുന്ന താഴത്തെ നിലയുടെ നിർമ്മാണം അതിവേഗം പൂർത്തീകരിച്ചിട്ടുണ്ട്. 2025 അവസാനത്തോടെ എല്ലാ പണികളും പൂർത്തീകരിക്കാവുന്നതോടെ ക്ഷേത്രം പൂർണ്ണമാവുമെന്നാണ് വിശ്വസിക്കുന്നത്. ഉറപ്പില്ലാത്ത മണ്ണും സരയൂ നദിയുടെ സാന്നിധ്യവും നിർമ്മാണവേളയിൽ വെല്ലുവിളിയായിരുന്നു. മാത്രമല്ല മഴക്കാലത്ത് നദീജലം ക്ഷേത്രത്തിൻ്റെ 500 മീറ്റർ അടുത്തുവരെ എത്താറുണ്ട്. മണ്ണൊലിപ്പ് സാധ്യത ഇത് കൂടുതലായി കണക്കിലെടുക്കുന്നുമുണ്ട്. ഭൂകമ്പ മേഖലയാണ് ഇവിടം. പാറക്കെട്ടുകൾ തീരെയില്ലാത്ത സ്ഥലവും. അടിസ്ഥാനം ഉറപ്പിക്കുക എന്നതും വലിയ വെല്ലുവിളിയായിരുന്നു. നിർമ്മാണവേളയിൽ ഇളകിയ മണ്ണ് നീക്കി 16 മീറ്റർ ആഴത്തിൽ 56 പാളികളായി അടർത്തിയിടുകയാണ് ചെയ്തത്. പാറപ്പൊടി, ഫ്ലൈ ആഷ് എന്നിവ ചേർത്തും 6 ഏക്കർ വിസ്തൃതിയുള്ള കൃത്രിമ പാറയായി അത് മാറ്റിയെടുക്കുകയും ചെയ്തു. 6.5 റിക്ടർ സ്കെയിലിൽ ഭൂകമ്പമുണ്ടായാലും അനങ്ങില്ലെന്നാണ് നിർമ്മാണ കമ്പനി അവകാശപ്പെടുന്നത്. ഭിത്തികൾ നിർമ്മിക്കാൻ 4.75 ലക്ഷം ചതുരശ്ര അടി പിങ്ക് സാൻഡ് സ്റ്റോൺ രാജസ്ഥാനിലെ ഭരത്പൂരിൽ നിന്നാണ് എത്തിച്ചത്. തറയിൽ പാകാനുള്ള തൂവെള്ള മക്രാന മാർബിളും രാജസ്ഥാനിൽ നിന്ന് തന്നെയായിരുന്നു. ശില്പങ്ങൾ കൊത്താനായി 1700 ഗ്രാനൈറ്റ് സ്തംഭങ്ങൾ തെലങ്കാനയിൽ നിന്നും എത്തിച്ചു. മഹാരാഷ്ട്രയിൽ നിന്നാണ് ഈടുറ്റ തേക്കുതടിയും എത്തിച്ചത്. നാഗരശൈലിയിലാണ് ക്ഷേത്രം നിർമ്മിക്കുന്നത്. അയോധ്യയിൽ മുമ്പുണ്ടായിരുന്ന രാമക്ഷേത്രം നാഗരശൈലിയിലായിരുന്നു. 1000 വർഷത്തോളം കേടുകൂടാതിരിക്കുന്ന രീതിയിലാണ് ക്ഷേത്രത്തിൻ്റെ നിർമ്മാണം ഇപ്പോൾ പൂർത്തീകരിച്ചിരിക്കുന്നത്. കെട്ടിടം ആരംഭിക്കുന്നതിന് മുമ്പ് സ്ഥലത്തെ മണ്ണ് പരിശോധന നടത്തിയിരുന്നു. മണ്ണ് പരിശോധനാ ഫലത്തെ തുടർന്നാണ് ക്ഷേത്രത്തിന് എത്ര ബലം വേണമെന്ന് തീരുമാനിച്ചത്. 3 നിലകളിലായി ഉയർന്നിരിക്കുന്ന ക്ഷേത്രം ഭാരതീയ വാസ്തുശില്പകലയുടെ കേന്ദ്രമായിട്ടുണ്ട്. ഓരോ നിലയ്ക്കും 20 അടി ഉയരമുണ്ട്. താഴത്തെ നിലയിൽ 166 തൂണുകളും 1-ാം നിലയിൽ 144 തൂണുകളും 2-ാം നിലയിൽ 82 തൂണുകളാണുള്ളത്. ഓരോ തൂണുകളിലും 14 മുതൽ 16 വരെ ശില്പങ്ങളും കൊത്തിവെച്ചിട്ടുണ്ട്. ക്ഷേത്രത്തിൻ്റെ മേൽക്കൂരയിലും ചുമരുകളിലുമെല്ലാം കൊത്തുപണികളുടെ വിസ്മയമാണ് ദർശിക്കാനാവുക. ക്ഷേത്രത്തിന് 5 താഴികക്കുടങ്ങളും ഒരു ഗോപുരവുമുണ്ട്. ക്ഷേത്രചുവരുകളിൽ ശ്രീരാമൻ്റെ ജീവിതം ചിത്രീകരിക്കുന്ന കലാസൃഷ്ടികൾ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. ക്ഷേത്രത്തിൻ്റെ ഇരുവശങ്ങളിലുമായി 5 മണ്ഡപങ്ങളാണ് ഉള്ളത്. 2 പ്രാർത്ഥനാ മണ്ഡപങ്ങൾ, കീർത്തന മണ്ഡപം, നിത്യമണ്ഡപം, രംഗമണ്ഡപം എന്നിവയുമുണ്ട്. 5 മണ്ഡപങ്ങളുടെയും കുംഭഗോപുരങ്ങൾക്ക് 34 അടി വീതിയും 32 അടി നീളവുമുണ്ട്. കൂടാതെ 69 അടി മുതൽ 111 അടി വരെ ഉയരവുമുണ്ടാകും. ഗോപുരശൈലിയിലാണ് കിഴക്ക് ഭാഗത്തെ പ്രവേശന കവാടമുള്ളത്. ശ്രീകോവിലിലെ ശ്രീരാമ വിഗ്രഹത്തിൽ സൂര്യരശ്മികൾ പതിക്കുന്ന രീതിയിലാണ് ക്ഷേത്ര നിർമ്മാണം. എല്ലാ വർഷവും രാമനവമി ദിനത്തിൽ ഉച്ചയ്ക്ക് വിഗ്രഹത്തിൽ സൂര്യരശ്മികൾ പതിക്കും. ശ്രീകോവിൽ അഷ്ടഭുജാകൃതിയിലാണ് ശ്രീകോവിലിൻ്റെ ആകെ വിസ്തീർണം. ശ്രീകോവിലിൻ്റെ വാതിൽ സ്വർണം കൊണ്ടും അലങ്കരിച്ചിട്ടുണ്ട്. രാജ്യത്തിനകത്തു നിന്നും പുറത്തുനിന്നും എത്തിച്ച് സമീപത്തെ കാര്യശാലയിൽ സൂക്ഷിച്ചിരിക്കുന്ന ഇഷ്ടികകൾ പാകിയാണ് തറയുടെ നിർമ്മാണം പൂർത്തീകരിച്ചത്. ജനലുകളും വാതിലുകളും നിർമ്മിക്കുന്നത് തേക്ക് തടിയിലുമാണ്. ഭഗവാൻ ശ്രീരാമൻ്റെ ബാലരൂപത്തിലുള്ള വിഗ്രഹമാണ് ഇവിടെ പ്രതിഷ്ഠിച്ചിരിക്കുന്നത്. 5 അടി ഉയരമുള്ളതാണ് വിഗ്രഹം. ഇതുകൂടാതെ മറ്റൊരു വിഗ്രഹം കൂടി ഇവിടെ പ്രതിഷ്ഠിക്കുന്നുണ്ട്. ഈ വിഗ്രഹത്തിൻ്റെ നിർമ്മാണവും ഏകദേശം പൂർത്തിയായിക്കൊണ്ടിരിക്കുകയാണ്. 1-ാം നിലയിൽ രാമ ദർബാറാണ് ഉണ്ടാകുന്നത്. 2-ാം നിലയിൽ വിഗ്രഹങ്ങൾ ഒന്നും ഉണ്ടാവില്ല.
ശിവൻ, വാത്മീകി, ശബരി, നിഷാദ രാജാവ്, വസിഷ്ഠൻ, വിശ്വാമിത്രൻ, അഹല്യ, അഗസ്ത്യമുനി എന്നിവർക്ക് ക്ഷേത്രത്തിന് സമീപം ഉപക്ഷേത്രങ്ങളുമുണ്ട്. യജ്ഞശാല, മ്യൂസിയം, പഠന ഗവേഷണ കേന്ദ്രങ്ങൾ, അത്യാധുനിക സൗകര്യങ്ങളുള്ള ലൈബ്രറി, ഓപ്പൺ എയർ തിയേറ്റർ, ധ്യാന കേന്ദ്രം, ഭക്തർക്ക് താമസത്തിനും വിശ്രമത്തിനുമുള്ള സൗകര്യങ്ങൾ, ഭോജനശാലകൾ, ഗോശാലകൾ തുടങ്ങിയവ ക്ഷേത്രത്തിൽ നിർമ്മിക്കുന്നുണ്ട്. അയോധ്യയിൽ രാമക്ഷേത്രം യാഥാർത്ഥ്യമാകുന്നതോടെ ജനലക്ഷങ്ങളുടെ നീണ്ട കാത്തിരിപ്പിനാണ് വിരാമമാകുന്നത്. രാമജന്മഭൂമി ക്ഷേത്രത്തിന്റെ നിർമ്മാണത്തിനൊപ്പം വൻ വികസന പ്രവർത്തനങ്ങൾക്കും അയോധ്യ നഗരം സാക്ഷിയാവുന്നുണ്ട്. 32,000 കോടി രൂപ അയോധ്യയിലെ വിവിധ വികസന പദ്ധതികൾക്കായി കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ചെലവിടുന്നുണ്ട്. 1000 കോടി രൂപ ആദ്യഘട്ടത്തിൽ റോഡുകളുടെ വികസന പ്രവർത്തനങ്ങൾക്കായി ഉത്തർപ്രദേശ് സർക്കാർ മാറ്റിവച്ചിരുന്നു. എല്ലാ റോഡുകളും വീതി കൂട്ടി രാമജന്മഭൂമിയിലേക്ക് പോകുന്ന തീർത്ഥാടകർക്ക് സുഗമമായ യാത്ര ഒരുക്കാനാണ് സംസ്ഥാന സർക്കാർ ലക്ഷ്യമിടുന്നത്. പ്രധാനമായും 3 റോഡുകളാണ് രാമജന്മഭൂമിയുമായി ബന്ധപ്പെട്ട് വികസിപ്പിക്കുന്നത്. ഈ റോഡുകൾക്ക് റാംപത്ത്, ജന്മഭൂമി പത്ത്, ഭക്തിപത്ത് എന്നിങ്ങനെയാണ് പേര് നൽകിയിരിക്കുന്നത്. സുഗ്രീവ് കിലയിൽ നിന്ന് രാമജന്മഭൂമി ക്ഷേത്രത്തിലേക്ക് 2 കിലോമീറ്റർ ദൂരമുള്ള റോഡാണ് ജന്മഭൂമി പത്ത്. ഈ റോഡ് 4 വരിയാണ് വികസിപ്പിക്കുന്നത്. മനോഹരമായ കല്ലുകളാണ് റോഡ് നിർമ്മാണത്തിനായി ഉപയോഗിച്ചിരിക്കുന്നത്. സഹദത്ഗഞ്ചിൽ നിന്ന് നയാഘട്ട് വരെ നീളുന്ന 13 കിലോമീറ്റർ റോഡാണ് റാംപത്ത്. ഈ പാത ശ്രീരാമ ജന്മഭൂമിയെ ലക്നൗ അയോധ്യ ഹൈവേയുമായി ബന്ധിപ്പിക്കുന്നുണ്ട്. ശൃംഗർഹട്ടിൽ നിന്ന് രാമജന്മഭൂമിയിലേക്കുള്ള റോഡിനാണ് ഭക്തിപത്ത് എന്ന പേര് നൽകിയിരിക്കുന്നത്. ഹനുമാൻ ഗർഹയിൽ നിന്ന് രാമജന്മഭൂമിയിലേക്കും സുഗ്രീവ കിലയിലേക്കുമുള്ള റോഡിന്റെ പണിയും പുരോഗമിക്കുന്നുണ്ട്. സമീപത്തെ മറ്റ് ക്ഷേത്രങ്ങളെ ബന്ധിപ്പിക്കുന്ന റോഡുകളുടെ നവീകരണവും പൂർത്തിയായിക്കൊണ്ടിരിക്കുകയാണ്. രാമജന്മഭൂമിയിലെ 40ഓളം ക്ഷേത്രങ്ങളുടെ നവീകരണവും സൗന്ദര്യവൽക്കരണവും 2 ഘട്ടങ്ങളിലായാണ് പൂർത്തിയാക്കുക. പഞ്ചകോശിയും 14 കോശിയും 84 കോശി പരിക്രമ പാതകളടക്കം നിരവധി പുരാണ തീർത്ഥാടന കേന്ദ്രങ്ങൾ ഇതിൽ ഉൾപ്പെടുന്നുണ്ട്. ആദ്യഘട്ടത്തിൽ 21 ക്ഷേത്രങ്ങളാണ് ഇതിനായി തിരഞ്ഞെടുത്തിരിക്കുന്നത്. ദിനംപ്രതി 1,00,000 ഭക്തർ ദർശനത്തിന് എത്തുമെന്നാണ് പ്രതീക്ഷ. ഇത് മുൻകൂട്ടി കണ്ടാണ് വികസന പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത്. വൻ ഭക്തജന സഞ്ചയത്തെ ഉൾക്കൊള്ളാൻ പറ്റുന്ന രീതിയിൽ എല്ലാ സൗകര്യങ്ങളും വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. കുടിവെള്ള വിതരണം, വൈദ്യുതി വിതരണം എന്നിവയ്ക്കായി പ്രത്യേക പദ്ധതികളാണ് വിഭാവനം ചെയ്തിരിക്കുന്നത്. ഹർ ഘർ നൽ യോജനയിലൂടെ സരയൂ നദിയിലെ ജലം ശുദ്ധീകരിച്ച് എല്ലാ വീട്ടിലും പൈപ്പ് വഴി കുടിവെള്ളം എത്തിക്കുന്നുമുണ്ട്. ഭക്തർക്ക് മികച്ച താമസ സൗകര്യമൊരുക്കൽ, മഠങ്ങളും ക്ഷേത്രങ്ങളും മോടി പിടിപ്പിക്കൽ, കുളങ്ങളുടെ നവീകരണം, അഴുക്കുചാലുകളുടെ നിർമ്മാണം എന്നിവയും വേഗത്തിലാണ്. അയോധ്യ റെയിൽവേ സ്റ്റേഷൻ നവീകരണം, പുതിയ വിമാനത്താവളത്തിന്റെ ഉദ്ഘാടനം എന്നിവയെല്ലാം ഉടൻ തന്നെയാണ്. ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് നേരിട്ടാണ് പ്രവർത്തനങ്ങളുടെ പുരോഗതി വിലയിരുത്തിയത്. സുരക്ഷയുടെ കാര്യത്തിലും യാതൊരു വിട്ടുവീഴ്ചയുമില്ല. കമാൻഡോകൾക്കും CISFനും പുറമെ ഉത്തർപ്രദേശ് പോലീസിന്റെ വൻ സംഘവും അയോധ്യയിൽ എന്നും സുരക്ഷയ്ക്കുണ്ട്.